ഒഫീഷ്യലി നിങ്ങൾക്ക് ഇവിടെ അനുമോളുടെ പി ആറിനെ റിവീൽ ചെയ്യണം. ഇതാണ് നമ്മുടെ അനുമോളുടെ പി ആർ, ഒഫീഷ്യൽ പി ആർ. അതാണ് അനുമോളുടെ പി ആർ. അനുമോളുടെ പി ആർ ആണെന്ന് പറഞ്ഞ് വേറൊരാള് സ്വമേധയാ പദവി ഏറ്റെടുത്തിട്ടുണ്ട്. അനുമോളുടെ പി ആർ നമ്പർ 2 നമുക്കൊന്ന് കാണാം. നമ്മൾ ആക്ച്വലി ആ പേജ് ഹാൻഡിൽ ചെയ്യണം. അനുവിന്റെ ഫോൺ എന്റെ ബാഗിനകത്താണ് കിടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അനുവിന്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ആരൗട്ടായാലും ഇവര് രണ്ടും കൂടെ അനുവിന്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നേ. അപ്പൊ പിന്നെ ദാതാരാ? അപ്പൊ പിന്നെ അനു അതിനകത്ത് പറഞ്ഞ 16 ലക്ഷത്തിന്റെ ദാതാരാ? ശരിക്കും അനുവിന് എത്ര പി ആർ ഉണ്ട്? ഇതിപ്പോ 16 ലക്ഷം നമുക്ക് ഉറപ്പിക്കാമോ? അതോ വീണ്ടും മേപ്പോട്ട് പോവോ? എനിക്കറിയാൻ പാടില്ല. ഏതായാലും അനുവിന്റെ പി ആർ എന്ന് അവകാശപ്പെടുന്ന അയാൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്റേതായ കുറച്ച് സംശയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ബിഗ് ബോസ് സംബന്ധമായ വിഷയങ്ങൾ താല്പര്യമുള്ളവർ കയറുവായോ. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടൺ അപ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കാം. ലൈക്കും ഷെയറും എല്ലാ സാധനങ്ങളും ചെയ്യാം കേട്ടോ. കൂടുതലായിട്ട് പിന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പൊ പി ആർ ഭയങ്കര ചർച്ചയായിട്ട് നടക്കുകയാണ്. ഇന്നലെ ലാലേട്ടൻ വന്നിട്ടും ഈ പി ആർ ടോപ്പിക് എടുത്തിട്ട്, കാരണം ആ വീക്കിൽ അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടായി. അപ്പോൾ അനുമോൾക്ക് പി ആർ ഉണ്ടോ, അനുമോൾക്ക് പി ആർ ഇല്ലേ, അതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ഈ ചർച്ചാ വിഷയത്തിൽ അനുമോളുടെ പി ആർ എന്ന് അവകാശപ്പെടുന്ന ആള് ഓൾറെഡി ജിൻഡോയുടെ പി ആർ ആയിരുന്നു. പുള്ളിയാണ് ഇപ്പൊ അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞ് വന്നത്. നമ്മുടെ സീക്രട്ട് ഏജന്റ് ഈ പി ആറിന്റെ ടോപ്പിക്ക് ഹൗസിനകത്ത് സംസാരിച്ചപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഏജന്റിന്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ നമുക്കിത് കാണാം. വ്യക്തിയെ കാണാനായിരിക്കും ജിൻഡോന്റെ ഒപ്പമുള്ള പിക്കന്നെ ഇടാൻ കാരണം, കഴിഞ്ഞ വർഷം ജിൻഡോയുടെ പി ആർ ആയിരുന്നു ഈ വ്യക്തി. ജിൻഡോ കപ്പടിച്ചതിൽ ഇയാളുടെ പി ആർ വർക്കിന് ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ഇവരുടെ ഒരു പി ആർ സ്ട്രാറ്റജി അത് ഓരോ ഇയർ ഓരോ ഗെയിമർ ആൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്ന ആളാണ് പി ആർ എന്ന് പറഞ്ഞ് സീക്രട്ട് ഏജന്റ് പരിചയപ്പെടുത്താണ്. ഈ സീക്രട്ട് ഏജന്റും നമ്മുടെ ഈ പി ആർ ചേട്ടനും തമ്മിൽ വളരെ ആത്മാർത്ഥമിത്രമാണ്. അപ്പൊ അങ്ങോട്ടൊന്ന് കൊടുത്തു, ഇങ്ങോട്ട് പുള്ളി തിരിച്ചും കൊടുത്തിട്ടുണ്ട് ഇന്റർവ്യൂവിനകത്ത്. ഇനി ഈ പി ആറിനെ സീക്രട്ട് ഏജന്റ് നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റേ ഇല്ല ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് ഗ്ലാസിനകത്തൂടെ റെക്കോർഡ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ഒരു തരം സ്പൈ വർക്ക്. നമുക്കൊന്ന് കാണാം. ഒഫീഷ്യലി നിങ്ങൾക്ക് ഇവിടെ അനുമോളുടെ പി ആറിനെ റിവീൽ ചെയ്യണം. ഇതാണ് നമ്മുടെ അനുമോളുടെ പി ആർ, ഒഫീഷ്യൽ പി ആർ. സ്റ്റോപ്പ് റെക്കോർഡിംഗ്. പത്തരം അനുമോക്കന്റെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നല്ല പണിയെടുക്കുന്ന പി ആർ. അനുമോളുടെ പി ആർ എത്ര ലക്ഷം? ഞാൻ പറഞ്ഞതാ 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപ മേടിച്ചു എന്നാണ് സീക്രട്ട് ഏജന്റ് അവകാശപ്പെടുന്നത്. ഇനി ഈ പുള്ളിക്കാരനാണ് കഴിഞ്ഞ തവണ ജിൻഡോയുടെ പി ആർ എടുത്ത് ചെയ്തിരുന്നതും. അതും ജിൻഡോയ്ക്ക് ഉണ്ടാക്കിയ ഇമ്പാക്ട് നമുക്കെല്ലാം അറിയാം. പുള്ളി കപ്പും അടിച്ചുകൊണ്ട് വീട്ടിൽ പോയി. ഇനി ഇദ്ദേഹമാണ് പി ആർ എന്ന് പരക്കെ പറയപ്പെടുന്നതിനെ തുടർന്നും ബിഗ് ബോസ് ഹൗസിനകത്ത് പി ആർ ഉണ്ടല്ലോ അല്ലേട്ടാ, പൈസ കൊടുത്തിട്ടില്ലല്ലോ അല്ലേട്ടാ, പൈസ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കും, 16 ലക്ഷം ഞാൻ കൊടുക്കുമെന്ന് ബിന്നിയോട്, ഇങ്ങനെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ അനുമോളുടെ സഹോദരി പുറത്തു വന്നിട്ട് അനുവിന്റെ പി ആറില്ല, ഫോൺ ഞങ്ങളാണ് പി ആർ ഹാൻഡിൽ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഒന്നും കൂടെ കേൾപ്പിക്കാം. വെറുതെ ഒരു കാര്യമില്ലാതെ ഒന്നും കൂടെ നമുക്ക് കേൾപ്പിക്കാം. നമ്മൾ ആക്ച്വലി ആ പേജ് ഹാൻഡിൽ ചെയ്യണം. അനുവിന്റെ ഫോൺ എന്റെ ബാഗിനകത്താണ് കിടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അനുവിന്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവർ രണ്ടും കൂടെ പേജ് ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് കുടുംബപരമായിട്ട് കള്ളം പറയുന്നൊരു പ്രസ്താവനയാണ് ഇവരിവിടെ നടത്തിയിരിക്കുന്നത്. നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റത്തില്ല. മോക്ക് പി ആർ ഉണ്ട്, മോളെ പി ആർ ആണ് ജയിപ്പിക്കുന്നത്, അവർക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു എന്ന് തന്നെ നമുക്ക് വെക്കാം. ഇനി നമ്മുടെ പി ആർ എണ്ണം വന്നിട്ട് കുറച്ച് കഥകൾ പറയുന്നുണ്ട്. നമുക്ക് ആ കഥകളൊന്ന് കേൾക്കാട്ടോ. മീഡിയം വഴി ആ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് പി ആർ. അത് അനുമോൾക്ക് ചെയ്യുന്നത് ഞാനല്ല, ഞാൻ അനുമോളുടെ പി ആർ അല്ല. ഓക്കെ, പക്ഷേ ഇതിൽ ഞാൻ ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ പേരാണ് ORM. സോ അതിനെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ അനുമോൾ എന്നൊരു വ്യക്തി എൻ്റെ ഫ്രണ്ടാണ്. സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഈ വ്യക്തി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുന്ന സാധനവും ഈ പുള്ളി ചെയ്യുന്നത് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. അതായത് ഇവർക്ക് ഓൺലൈനിൽ എന്തെങ്കിലും ഹെയ്റ്റ് വരികയാണ്, ഇവർക്കെതിരെ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും സാധനം വരികയാണ്, അതിനെ ബ്ലോക്ക് ചെയ്യുന്നൊരു പ്രസ്താവന മാത്രമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ പി ആർ വർക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് എല്ലാവരും വിളിക്കുന്നത്. കാരണം മുമ്പത്തെ സീസണിലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പി ആർ വർക്ക് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പി ആർ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാശ് വേണം. അനുമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അത് ഞാൻ വേണമെങ്കിൽ അനുമോളുടെ ഫാമിലി അനുമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വരെ തരാൻ റെഡിയാണ്. കാരണം 1 ലക്ഷം അല്ല, 1 വർഷം മുമ്പ് വരെ അനുമോൾക്ക് വലിയൊരു വരുമാനം ഉണ്ടാവില്ല. കാരണം സ്റ്റാർ മാജിക്ക് നിർത്തിയ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുമോള് 11 വർഷം ഞാൻ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു, 11 വർഷം ഞാൻ ആക്ട്രസ് ആയിരുന്നു, 11 വർഷത്തെ എൻ്റെ കരിയർ എന്ന് പറഞ്ഞിട്ട് ഈ 11 വർഷത്തിന്റെ കഥ ഇടക്കിടക്ക് പറയുന്നുണ്ട്.
11 വർഷം സോഷ്യൽ മീഡിയ കിടന്ന് കളിച്ചിട്ടും സ്റ്റാർ മാജിക് പോലെ പ്രോഗ്രാം ചെയ്തിട്ടും പലയിടത്തുള്ള ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടും പലതരത്തിലുള്ള ഇനോഗ്രേഷൻസ് ചെയ്തിട്ടും പുള്ളിക്കാരുടെ ഫണ്ടില്ല. ശരി, ഓക്കെ, അത് നമ്മൾ വിശ്വസിച്ചു. ഇനി നമുക്ക് ഈ പറഞ്ഞ ORM വേഴ്സസ് PR എന്താണെന്ന് നോക്കാം. ആദ്യം ORM എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. അത് മോണിറ്ററിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഓൺലൈൻ റിവ്യൂസ് കമന്റ്സ്. പുള്ളിക്കാരന് ഈ ORM എന്താണ് PR എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അതായത് ഒരു നൂൽപ്പാലം വെച്ചിട്ട് നൂൽപ്പാലത്തിന്റെ തങ്ങട്ട് നോക്കിക്കഴിഞ്ഞാൽ PR, ദിങ്ങട്ട് നോക്കിക്കഴിഞ്ഞാൽ ORM. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സാധാരണക്കാരായി നമുക്കിതെല്ലാം PR തന്നെയാണ്, നമുക്കിതിനകത്ത് വലിയ വ്യത്യാസം തോന്നാൻ സാധ്യതയില്ല. പക്ഷേ ഡെഫിനേഷനകത്ത് ചെറിയ മാറ്റം വരും. ഓക്കെ, അതായത് ഇവർക്കെതിരെ വരുന്ന ഹെയ്റ്റ് ആയിട്ടുള്ള കമന്റുകളൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ORM. അതേസമയം PR നോക്കിക്കഴിഞ്ഞാൽ ഈ പലതരത്തിലുള്ള പ്രസ് റിലീസ് ഒക്കെ എടുത്തിട്ട് ഇവരെ ഹിറ്റാക്കുന്ന സാധനമാണ് PR. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ സെർച്ച് റിസൾട്ടിനകത്ത് കൂടുക, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുക, മറ്റേ ഈ വരുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ ഹാൻഡിൽ ചെയ്യുക. ഇതാണ് ORM, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഇനി നേരെ PR-ലേക്ക് വരുമ്പോഴത്തേനും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുക, സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുക, അവരുടെ ആ ഒരു സാധനത്തിന് ഭയങ്കര സംഭവമാക്കുക. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായത് എന്ത് സംഭവം മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ലളിതമായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ORM എന്ന് പറഞ്ഞാൽ if a customer leaves a bad Google review on YouTube, post negative content, ORM specialist work to respond, resolve and promote positive content to improve search rankings. അതായത് ഓൾറെഡി ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിനെതിരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻ വരുന്നു, നെഗറ്റീവ് ആയിട്ടൊരു കമന്റ് വരുന്നു. ഇതിനെ ഈ ORM സ്പെഷ്യലിസ്റ്റ് നിന്നിട്ട് ഇല്ല ഇവിടെ എല്ലാം ശുദ്ധമാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് വെള്ളപൂശി വെളുപ്പിക്കുന്നതാണ് ORM. ഇനി നേരെ PR വരികയാണെങ്കിൽ, എ കമ്പനി ലോഞ്ചസ് എ ന്യൂ ബ്രാൻഡ് ആൻഡ് ഇഷ്യൂസ് പ്രസ് റിലീസ്, ഇൻവൈറ്റ് മീഡിയാസ് ആൻഡ് പബ്ലിഷ് ആർട്ടിക്കിൾസ് ടു ഹൈലൈറ്റ് സക്സസ് സ്റ്റോറീസ്. പുതിയതായിട്ടൊരു ബ്രാൻഡ് വരുന്നു, ഈ ബ്രാൻഡിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രസ് റിലീസ് ചെയ്യുന്നു, ഇന്റർവ്യൂസ് കൊടുക്കുന്നു, മീഡിയാസിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് PR. മനസ്സിലായോ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെതിരെ വരുന്ന പ്രശ്നങ്ങളെ തടയുന്നത് ORM, പുതിയതായിട്ടൊരു സാധനം വരുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അറിയിക്കുന്നത് PR. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഇതിന്റെ ഡെഫിനേഷൻ വളരെ നന്നായിട്ട് അറിയാം. പുള്ളി ആ ഡെഫിനേഷൻ വെച്ചിട്ടാണ് ഞാൻ PR അല്ല കേട്ടോ, ഞാൻ ORM ആണ്, ORM എന്ന് പറഞ്ഞിട്ട് മാറുന്ന സാധനം. രണ്ടായാലും ഒരേ ഗുണം തന്നെ. ഇത് കൂടുതലും പബ്ലിക്കിലേക്ക് ചെല്ലുന്നു, ആളുകൾ പല അക്സെപ്റ്റ് ചെയ്യുന്നു, ആളുകൾ കൂടുതൽ വിസിബിൾ ആകുന്നു. ഈ സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നു, കട്ട്സ് എടുത്തിടുന്നു. അപ്പുറത്ത് ഞാൻ PR അല്ല, ഞാൻ ORM ആണ് ചെയ്യുന്നത്. രണ്ടും ഒന്ന് തന്നെ എന്ന സാധനം. ബാക്കി പറയുന്ന കേൾക്കാം അദ്ദേഹം. ഒഫീഷ്യൽ പേജ് മാനേജ്മെന്റ് ചെയ്യുന്നതും ഇപ്പോൾ അവരുടെ ഫാൻസ് ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെയാണ് PR ആയിട്ട് പലരും കാണുന്നത്. പക്ഷേ അതല്ല PR-ന് നമുക്ക് മീഡിയ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ നിൽക്കുന്ന ഏതെങ്കിലും മീഡിയാസിന് ₹1 ഞാനോ അനുമോളോ മുടക്കിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒരു മീഡിയാസ് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ PR ഉണ്ടെന്ന്. ഒരു മീഡിയാസിന് ₹1 കൊടുക്കാത്ത എൻ്റെ പൊന്നാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടി. അത് വിട്ടേരെ. PR 2 തരത്തിൽ ചെയ്യാം. ഒന്ന് പെയ്ഡായിട്ടും ചെയ്യാം, 2 അൺപെയ്ഡായിട്ടും ചെയ്യാം. പെയ്ഡായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഞാൻ നിന്നെ പ്രൊമോട്ട് ചെയ്യാം, എനിക്ക് ഇത്ര രൂപ വരണം, നിനക്ക് ഞാൻ ഇത്ര റീച്ച് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് പെയ്ഡായിട്ടുള്ള PR. അൺപെയ്ഡ് ആയിട്ടുള്ള PR എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ ഫ്രണ്ടാണ്, സോ അവൻ ഹിറ്റാകുന്നത് എനിക്ക് ഭയങ്കര താല്പര്യമാണ്, സോ അവനെക്കുറിച്ച് ഞാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അൺപെയ്ഡ് PR. പുള്ളിക്കാരൻ ആ ഡെഫിനേഷൻ മാത്രം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ₹1 പോലും മീഡിയസിന് ഞാൻ കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടുണ്ടെങ്കിലാണ് അത് PR ആവത്തുള്ളൂ, ഞാൻ ഇതുവരെ ആർക്കും ₹1 കൊടുത്തിട്ടില്ല, സോ അത് PR, ഇറ്റ്സ് ORM എന്നൊക്കെ പറഞ്ഞ് മെഴുകൽ പ്രക്രിയയാണ് നടക്കുന്നത്. ഈ PR എന്ന് പറയുന്ന സാധനത്തിന് യാതൊരു പ്രശ്നമില്ല, അത് നല്ലതാണ്. പക്ഷെ PR-നെ മാത്രം ബലത്തിൽ മറ്റൊരുത്തിനെ ഡീഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ PR-ന്റെ ബലത്തിൽ മാത്രം ജയിക്കുന്നതിനോടാണ് നമുക്ക് താല്പര്യമില്ലാത്തത്. ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു PR എല്ലാവർക്കും ഉണ്ട്, അതൊന്നും ഒരു തെറ്റില്ല കേട്ടോ. അണ്ണം പറയുന്ന ബാക്കി നമുക്ക് കേൾക്കാം. PR വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 30 ലക്ഷമെങ്കിലും മുടക്കണം. കാരണം എന്നാൽ മാത്രമേ അവിടെ ഒരു ഷോ 100 ദിവസം റെലവൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ചാർജ് അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ വിശ്വസിക്കാം. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 10,000 ഞാൻ തരാം, നീ ചറവറ എനിക്ക് ട്രോള് ക്രിയേറ്റ് ചെയ്തിടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്നെ ഹിറ്റാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യുന്നിരിക്കും. അപ്പോൾ 10,000 ഞാൻ ചെയ്യുന്നൊരു PR ആണ്. 30 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞാനൊരു PR എടുക്കും, അവനെ ഞാൻ ഫൈനൽ വരെ എത്തിക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇത്ര രൂപ ഇല്ലെന്ന് PR നടക്കത്തില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ ശാസ്ത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം കാണിച്ച സീക്രട്ട് ഏജന്റിനെ തന്നെ. സീക്രട്ട് ഏജന്റ് ഒരു കണ്ടസ്റ്റന്റ് താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി നിരന്തരമായിട്ട് ആ കണ്ടസ്റ്റന്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന പോലൊരു സാധനം നമുക്ക് മുമ്പിലേക്ക് കിട്ടുക എന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന 20,000 പേര്, 25,000 പേര്, 30,000 പേര് മാനിപ്പുലേറ്റ് ആവും. സീക്രട്ട് ഏജന്റിന്റെ ആശയം ഇവരുടെ തലയ്ക്കകത്തേക്ക് കയറും. സീക്രട്ട് ഏജന്റ് അങ്ങനെ ചെയ്യുന്നല്ല പറയുന്നത് കേട്ടോ, ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു തരത്തിലുള്ള PR ആണ്. ഇത് ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് പിടി കിട്ടുന്നില്ല. ഡെഫിനിഷൻ വെച്ചിട്ട്
അതായത് എനിക്ക് കുറച്ച് തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, ഇതിന്റെ ലൂപ്പ് ഹോൾസ് എനിക്കറിയാം. അത് വെച്ചിട്ട് ഞാൻ കുറെ സാമാനങ്ങൾ അടിച്ചങ്ങ് കിട്ടും. ഈ സാധനമാണ് പുള്ളി ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യാം, നമുക്ക് ബാക്കിയേക്കാം. അത്രയും കാശ് മുടക്കിയാൽ മാത്രമേ PR വർക്ക് ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഒരിക്കലും 16 ലക്ഷത്തിന് പോലും ഞാൻ ഇപ്പൊ ഓക്കെ, നിങ്ങളത് ചെയ്യത്തുള്ളൂ, അത് ഓക്കെ, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. നിങ്ങൾ എന്നാലും അത് ചെയ്യത്തുള്ളൂ. പക്ഷെ 16 ലക്ഷത്തിന് നിങ്ങൾ ചെയ്തിട്ടില്ല, 13 ലക്ഷത്തിന് ചെയ്തെന്ന് അറിയത്തില്ല. നിങ്ങളൊരു സേവനമായിട്ട് ഫുൾ ടൈം 24/7 അനുമോൾക്ക് വേണ്ടിയിട്ട് ഇരുന്ന് ചെയ്യുകയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. സോ പെയ്ഡ് ആയിട്ടോ അൺപെയ്ഡ് ആയിട്ടോ യു ആർ ഹെർ PR. നിങ്ങൾ അവരുടെ PR ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പുറത്തുനിന്ന് കാണുന്ന ഒരു സാധാരണക്കാരന് നിങ്ങൾ PR തന്നെയാണ്, നിങ്ങൾ PR വർക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ ORM ഒന്നും അല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ചാനലിൽ വരുന്ന ട്രോളുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയിട്ട് പറ. PR ചെയ്യില്ല. പക്ഷേ ആ 16 ലക്ഷം പോലും ഇറക്കാൻ പറ്റാത്ത, ഒരു 5 ലക്ഷം രൂപ ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് 16 ലക്ഷം രൂപ മുടക്കി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നത്. അത് തികച്ചും 5 ലക്ഷം പോലും മുടക്കാനില്ലാത്ത പാവം അനുമോള്. ഈ പുള്ളി ചെയ്യുന്നത് തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ അവകാശപ്പെടുന്നേ. അത് ഇദ്ദേഹത്തിന്റെ ജോലിയാണ്. ഇദ്ദേഹം ഞാൻ ഇത്ര രൂപയ്ക്ക് PR ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ജോലി ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. അനുമോളുടെ നേരെ വരുന്ന ഹെയ്റ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ അനുമോൾക്കകത്ത് നടക്കുന്ന നെഗറ്റീവിനെ ഇവിടെ പോസിറ്റീവ് ആക്കാനൊക്കെ ഇയാൾ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള ഒരാളാണ്. ആരെങ്കിലും PR പോകുന്നുണ്ടെങ്കിൽ ഈ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തോട്ടോ. അറേഞ്ച് ചെയ്യണം. 3 ദിവസം കൊണ്ട് അയാൾക്ക് ഡ്രസ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ എത്തിപ്പെടാൻ ഒരു ദിവസം വേണം. അവിടെ എത്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അത് ബിക്കോസ് പുള്ളിയുടെ അനിയൻ ഇന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അത് PR ആണ്. ഇന്റർവ്യൂ കൊടുക്കുന്ന PR ആണ്. അത് പുള്ളി ആദ്യത്തെ ഡെഫിനേഷൻ അത് പറയുന്നുണ്ട്. നമ്മൾ വായിച്ചതിനകത്തതുണ്ട്. മീഡിയ സപ്പോർട്ടോടെ ഇന്റർവ്യൂ കൊടുക്കുന്ന PR ആണ്. സാർ എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നേ? അനുമോളുടെ അനുകൂലിച്ചുള്ള PR അല്ലെങ്കിൽ ഇന്റർവ്യൂ അല്ലേ സാറി കൊടുത്തോണ്ടിരുന്നേ? അപ്പൊ ഇതൊരു PR ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ലേ? അതായത് അനുമോള് ചെയ്ത് കഴിഞ്ഞാൽ PR അല്ല, ORM. അനീഷിന്റെ ബ്രദർ ചെയ്ത് കഴിഞ്ഞാൽ അത് PR, അത് മീഡിയ സപ്പോർട്ടുള്ള PR. ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എല്ലാണ്ണവും PR തന്നെ ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് ഈ മെഴുകുന്നത്? മനസ്സിലായി. ഒരു മീഡിയക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് PR ആണ്. കാരണം ഒരാളെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ആ മീഡിയനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് PR ആണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ അനിയൻ പറയുന്നത് 3 ദിവസം. ഈ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സാർ എന്താണ് ഈ മീഡിയ കൊണ്ട് ഉദ്ദേശിച്ചത്? അനുമോളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു 1 മില്യണോളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒരു മീഡിയ ആണ്. ആ മീഡിയയോടല്ലേ നിങ്ങൾ ഈ ചാമ്പി വിടുന്നത്? എന്തൊക്കെയാണെന്നൊരു ഇത് നല്ലതാണ്. പറ. ഞങ്ങൾ ചെന്നൈയിലുള്ളപ്പോൾ പോലും ഈ പുള്ളിക്കാരൻ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. സോ അങ്ങനെ കള്ളങ്ങളാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് സമയം. അയ്യോ, ഇത്രയും സത്യം പറയുന്ന അനുമോളെ പോലെ ഒരാൾ ആ ഹൗസിലില്ല. പുള്ളിക്കാരി സത്യം മാത്രമേ പറയൂ. പുള്ളിക്കാരി തന്നെ പറഞ്ഞിരിക്കും 16 ലക്ഷത്തിന്റെ കഥയൊക്കെ. കാരണം പുള്ളിക്കാരി എല്ലാവരോടും മനസ്സ് തുറക്കുന്ന ഒരു ഇനമാണ്. ഞാനും അവനും തമ്മിൽ ഭയങ്കര ഉടക്കാം. പക്ഷെ അവനോടൊന്ന് നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ളൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ അനുമോൾ. അതിപ്പോൾ പറഞ്ഞായിരിക്കും ഇതൊരിക്കലും തെറ്റാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ കള്ളം പറയുമ്പോൾ എൻ്റെ പൊന്നു സാറന്മാരെ, ഈ അനുമോളുടെ കുടുംബത്തിന് ഉൾപ്പെടെ ഞാൻ പറയുന്നത്, ഒന്നെങ്കിൽ പിടിക്കപ്പെടാതിരിക്കണം, അല്ലെങ്കിൽ ആദ്യം സത്യം പറഞ്ഞേക്കണം. ഇപ്പം ഈ അക്ബറൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ടായി ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുന്നത് എല്ലാവരും ഈ അക്ബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അക്ബർ അല്ല വിളിച്ചത്, അക്ബറിന് വേണ്ടി അജിൻ നമ്മുടെ മീഡിയസിൽ ഇന്റർവ്യൂ എടുക്കുന്ന എൻ്റെ പൊന്ന് അജിൻ അക്ബറിന് വേണ്ടി വിളിച്ചു ഇദ്ദേഹത്തിനെ. അപ്പൊ ഈ 16 ലക്ഷത്തിന് അതായത് അനുമോളെ കോണ്ടാക്ട് ചെയ്ത ടീം എന്നെയും കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന് അക്ബർ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. സോ ഹി ഈസ് ദാറ്റ് ബ്ലാക്ക് ഷിപ്പ്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അക്ബർ ഇരുന്നപ്പോൾ തന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ അക്ബറിന്റെ PR ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്കറിയാം അതിന്റെ റീസൺ എന്താണ്. കാരണം ആൾക്ക് ഓൾറെഡി ക്രൂ മെമ്പേഴ്സായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. ആൾക്ക് വേണ്ടി PR ചെയ്താലേ എനിക്ക് നെഗറ്റീവ് ആവത്തുള്ളൂ. കാരണം ആൾ ജയിച്ചാൽ പോലും ആ ഒരു പേരിലായിരിക്കും ആൾ അറിയപ്പെടുന്നത്. ഓക്കെ, ആൾ ജയിച്ചാൽ പോലും മറ്റേ അകത്തുള്ള ആളുടെ പേര് കൊണ്ട് ജയിച്ചപ്പെടും എന്നായിരിക്കും അറിയപ്പെടുന്നത്. എൻ്റെ PR കൊണ്ട് ജയിച്ചു എന്നറിയപ്പെടില്ല. സോ ഇപ്പൊ അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയപ്പെടും? അവിടെ അണ്ണന്റെ PR കൊണ്ട് ജയിച്ചു എന്നേ അറിയപ്പെടുത്തുള്ളൂ. അനുമോൾ ഇനി അനുമോളുടെ കഴിവ് കൊണ്ട് അറിയപ്പെട്ടാലും അങ്ങനെ അറിയപ്പെടുത്തുള്ളൂ. പിന്നെ ഈ PR ഇവിടെ മാക്കൊന്ന് PR കൊടുത്താലും അകത്ത് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാണിച്ച് കണ്ടന്റ് പുറത്ത് വന്നാലേ അതുകൊണ്ട് കഥയുള്ളൂ കേട്ടോ. അത് ദാറ്റ്സ് നോട്ട് യുവർ പോയിന്റ്. അനുമോൾ അതിനനുസരിച്ചുള്ള കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം. ഈ ബിന്നി ആൻഡ് അനു അവർ തമ്മിൽ പേഴ്സണലി എന്തോ പ്രശ്നം പുറത്തുണ്ട്. ബിഗ് ബോസ് ഷോന് വരുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് ഓൾറെഡി അനു നമ്മളോട് പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ബിന്നി അത്ര സെറ്റ് ആവില്ല, എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. പക്ഷേ ബിന്നിയായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട്. നൂബിൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് ഹൗസിൻ്റെ ഉള്ളിലും ബിന്നിയുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിൻ എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ്. ബിന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പക്ഷെ നൂബിൻ ആ സെറ്റപ്പ് എനിക്ക് പിടിയിട്ടില്ല. അത് ഭാര്യയും ഭർത്താവാണ് അവര്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവര്. ഒരു മനസ്സും 2 ശരീരവുമാണ്. ബിന്നിയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ നൂബിനെ അത് ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ബിന്നിയുടെ ഹസ്ബൻഡ് ബിന്നിയുടെ കൂടെ നിൽക്കത്തുള്ളൂ അല്ലേ?
അനുമോളും ബിന്നിയും തമ്മിൽ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിനിടയ്ക്ക് ബിന്നിയുടെ അടുത്ത് പോയിട്ട് അനു ഇത്രയും സെൻസിറ്റീവ് ആയിട്ട് ഇഷ്യൂ പോയി പറയുന്നുള്ള കാര്യം സംശയമാണ് ആക്ച്വലി. അങ്ങനെ ഒരിക്കലും പറയത്തില്ല. പിന്നെ എവിടെയും ഇല്ലാത്തൊരു തുകയുടെ ഒരു എമൗണ്ട് 16 ലക്ഷം എമൗണ്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ബിന്നി ചെയ്ത PR ഡബിൾ എമൗണ്ട് കയറ്റി പറഞ്ഞായിരിക്കണം സാധ്യത. ബിന്നി PR ചെയ്തു നീ പുള്ളി പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുന്ന നിങ്ങളിൽ ഒരാൾ ബിന്നിയുടെ ഇതാണെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് പുള്ളി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ കണ്ട് നിർത്താം. ഇതെനിക്കൊന്ന് ഭയങ്കര ലെങ്ത് ആയെന്ന് തോന്നി വീഡിയോ, പെട്ടെന്ന് ഞാൻ നിർത്തരാം. പറ്റത്തില്ല. വേണമെങ്കിൽ ഏജൻസീസ് ഉണ്ട്. ഒരു 2000 വോട്ട് മറിച്ച് തരാൻ പറ്റുന്ന ഏജൻസീസ്, 1000 വോട്ട്, അവരും 50,000 1 ലക്ഷം വെച്ച് ഈ പല ആഴ്ചകളും പല കണ്ടസ്റ്റൻസും സേവ് ആയിട്ടുള്ള അങ്ങനെയാണ്. ഒരു 2000 വോട്ട് മറിച്ച് 3000 വോട്ട് മറിച്ച് അങ്ങനെയാണ് പലരും സേവ് ആയിട്ടുള്ളത്. അപ്പോൾ പല തരത്തിലുള്ള കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇത് ബോട്ടിങ് കിട്ടുമൊന്നുമല്ല. ഒരുത്തന് അവൻ പറയുന്നത് എനിക്കൊരു 3 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ നിനക്കൊരു 2000 വോട്ട് തരാമെന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇവൻ 2000 ഹോട്ട്സ്റ്റാർ അക്കൗണ്ടുകൾ നമ്പർ വെച്ചെടുത്തിട്ട് 2000 വോട്ട് കുത്തുന്നു. ഇതാണ് സാധനം. ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ഉടായ്പകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അയാൾ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും ഹോട്ട്സ്റ്റാറിൽ കൂടെ വോട്ട് ചെയ്യുക. നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ PRന്റെ 2000 വോട്ട് അല്ലെങ്കിൽ പോട്ടെ ഒരു 5000 വോട്ട് ഇവൻ മാനിപ്പുലേറ്റീവ് ആയിട്ട് ഈ PR കൊണ്ടുവരികയാണെങ്കിൽ, ഇയാളല്ല കേട്ടോ, PR ടീം കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് അതിന് മുകളിലുണ്ടെങ്കിൽ ആ PRനെ അടിച്ചമർത്തി നമ്മൾ വിചാരിക്കുന്ന കണ്ടസ്റ്റന്റിനെ നിൽക്കും. ഈ PRന്റെ മാത്രം ബലത്തിലാണ് കുറേ കണ്ടസ്റ്റൻസ് മരവാഴകൾ എന്നെ നിൽക്കുന്നത്, കഴിവുള്ള പല എണ്ണം പുറത്തു പോകുന്നതും. സോ വോട്ട് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടസ്റ്റന്റിനെ ഇഷ്ടമാണെങ്കിൽ അയക്ക് തീർച്ചയായിട്ടും വോട്ട് കൊടുക്കുക. ഈ PR കളികളൊക്കെ കാലാകാലങ്ങളായിട്ട് ഇതിനകത്ത് നടക്കുകയും ചെയ്യും, മുന്നോട്ടും നടക്കും. അതിനകത്ത് യാതൊരു സംഭവം നമുക്ക് പറയാനില്ല. അപ്പോൾ ഇതാണ് അനുമോളുടെ PRൽ ഒഫീഷ്യലായിട്ട് നടക്കുന്നത്. അപ്പൊ ചേച്ചി അനിയത്തി വന്നിട്ട് ഫോൺ എന്താണ് ഞാനാണ് PR ചെയ്യുന്നത്, ഞാനാണ് പേജ് മാനേജ് ചെയ്യുന്നത്, വേറെ വന്നിട്ട് ഞാനാണ് ORM ചെയ്യുന്നത്, റിലേഷൻ മാനേജ്മെന്റ് ഞാനാണ് ചെയ്യുന്നത്. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എല്ലാവരും ഈ വട്ടം ചുറ്റിരുന്ന് കള്ളം പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.